മക്കളെ, സോ നമ്മൾ മാത്സിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ബൈനോമിയൽ തിയറത്തിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ a + b റേസ് ടു n എക്സ്പാൻഷൻ ആണ് അല്ലേ. അതായത് a + b ഹോൾ ക്യൂബ്, a + b ഹോൾ റേസ് ടു 4, 5, 6 എന്നൊക്കെ പറഞ്ഞ് a + bക്ക് ഡിഫറെൻറ്റ് പവേഴ്സ് വരുമ്പോൾ അവരെ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു എന്നുള്ളതാണ്. ആ ഒരു എക്സ്പാൻഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ കോമ്പിനേഷനൊക്കെ യൂസ് ചെയ്ത് എക്സ്പാൻഷൻ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എക്കും ബിക്കും പകരം ക്വസ്റ്റനിൽ നിങ്ങൾക്ക് എക്സും 1/x ഒക്കെ മാറി മാറി വരും. പക്ഷെ അതൊക്കെ നമുക്ക് ചെയ്ത് പഠിച്ചാൽ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ബൈനോമിയൽ തിയറം വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് a + bയുടെ ഒരു 6th പവർ വരെ, വേണമെങ്കിൽ ഒരു 7 വരെയും നിങ്ങളൊന്ന് എഴുതി പഠിച്ചോളൂ. കോമ്പിനേഷൻസ് ഒക്കെ വെച്ച് കോമ്പിനേഷൻ്റെ വാല്യൂ ഒക്കെ ചെയ്ത് എല്ലാ എക്സ്പാൻഷൻസും എഴുതി പഠിക്കുക. അവിടെ എക്കും ബിക്കും ഒക്കെ പകരം ഡിഫറെൻറ്റ് വാല്യൂസ് വരുമ്പോഴും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയല്ലേ. എടാ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു 1 മാർക്കിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൺസിഡർ ദി എക്സ്പാൻഷൻ ഓഫ് x + 1/x റേസ് ടു 10. ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഇസ്. നമുക്കറിയാവുന്ന കാര്യം a + b റേസ് ടു n എക്സ്പാൻഷനിൽ എത്ര ടേംസ് ആണുള്ളത്? a + b റേസ് ടു n ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ എന്ന് പറയുന്നത് n + 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ x + 1/x റേസ് ടു 10 ആണ്. എക്ക് പകരം എക്സും ബിക്ക് പകരം 1/x ആണ്. എന്താ ഇവിടുത്തെ n എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആയിരിക്കും. സോ a + b റേസ് ടു n അല്ലെങ്കിൽ a - b റേസ് ടു n ഫോം കണ്ടാൽ ഒന്നും നോക്കണ്ട, n + 1 ആയിരിക്കും അവിടെ നമ്പർ ഓഫ് ടേംസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x² + 2x + 1 ഹോൾ റേസ് ടു 10. ചാടി കയറി n + 1 ദാറ്റ് ഈസ് 10 + 1 11 എന്ന് പറഞ്ഞാൽ ആൻസർ തെറ്റും. എന്താ ഇവിടുത്തെ പ്രശ്നം? നമ്മൾ a + b റേസ് ടു n ഫോമാറ്റ് ആണെങ്കിൽ n + 1 നമ്പർ ഓഫ് ടേംസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ a + b ഫോമാറ്റ് അല്ല, x² 2x 1 3 ടേംസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ a + b റേസ് ടു n ഫോമാറ്റിലല്ല. നമുക്കിനി ആ ഒരു ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, x² + 2x + 1 റേസ് ടു 10 ആണ്. എന്താ ഈ x² + 2x + 1 എന്ന് പറഞ്ഞാൽ? x + 1 ഹോൾ സ്ക്വയർ ആണ് അല്ലേടാ. വാട്ട് ഈസ് x + 1 ഹോൾ സ്ക്വയർ? x² + 2x + 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? x² + 2x + 1 പകരം x + 1 ഹോൾ സ്ക്വയർ കൊടുക്കുകയാണ്, ഹോൾ റേസ് ടു 10 കൊടുക്കുന്നു, which is equal to x + 1 റേസ് ടു 2 × 10 20. അപ്പോൾ ഇത് ആക്ച്വലി എന്താടാ? ദിസ് ഇസ് x + 1 റേസ് ടു 20. ഇപ്പോൾ ഇത് a + b റേസ് ടു n ഫോമാറ്റിലാണ് ആൻഡ് നമ്മുടെ n എന്താണ്? n 20 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി നമ്പർ ഓഫ് ടേംസ്? 20 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ചാടി കയറി അങ്ങ് നമ്പർ ഓഫ് ടേംസ് എഴുതുന്ന മുന്നേ ടേം നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കണം. a + b ഫോമിൽ അല്ലെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റനിലേക്ക് കടന്നാലോ. നോക്കിക്കേ, നിങ്ങൾക്ക് മോഡൽ എക്സാമിന് സയൻസ് ആർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ഇതായിരുന്നു. റൈറ്റ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x + 2y റേസ് ടു 2n where n belong to n. എത്രയാണ് നമ്പർ ഓഫ് ടേംസ് വരിക? ഒന്നുമില്ല, x + 2y റേസ് ടു 2n എന്ന് പറയുമ്പോൾ a + b റേസ് ടു n ഫോമാറ്റിലാണ്. ഇവിടെ n പകരം 2n ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 2n + 1 ആയിരിക്കും. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനോ, എക്സ്പാൻഡ് x + 3/x റേസ് ടു 4. പിന്നെ നമുക്ക് റെഗുലർ ആയിട്ട് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് a + b റേസ് ടു 4, 5 ഒക്കെ എക്സ്പാൻഷൻ. അവിടെ എക്കും ബിക്കും പകരം ഇവിടെ എക്സും 3/x ആണ്. സിമിലർലി x 1/x 2x എന്നൊക്കെ പറഞ്ഞ് വാല്യൂസ് വരാം. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം x + 3/x റേസ് ടു 4. എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എഴുതുക? ആദ്യം നമ്മൾ നോക്കേണ്ടത് പവറാണ്. പവർ എന്താ ഇവിടെ? 4 ആണ്. 4 ആണ് പവറെങ്കിൽ നമ്മുടെ ടേംസിൻ്റെ കോഎഫിഷ്യൻസ് എന്തായിരിക്കും? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അറിയാത്തവർ. 4 ആണ് പവറെങ്കിൽ നമ്മുടെ എക്സ്പാൻഷനിലെ ടേംസിൻ്റെ കോഎഫിഷ്യൻസ് 4c0, 4c1, 4c2, 4c3, 4c4. അതായത് 5 കോഎഫിഷ്യൻസ് ഉണ്ടാവും. കാരണം നമുക്ക് 5 ടേംസ് ആണ് ഉണ്ടാവുക അല്ലേ, 4 പവർ ആണെങ്കിൽ. സോ 5 ടേംസിൻ്റെയും മുന്നേ വരുന്ന കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. 4c0, 1, 2, 3, 4. പിന്നെ നമ്മുടെ ടേംസിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് ടേം ആയിട്ടുള്ള എക്സിൻ്റെ പവർ നമ്മൾ 4 തുടങ്ങും, മാക്സിമം പവർ 4 തുടങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? x³ x² എന്ന് പറഞ്ഞ് പവർ കുറച്ച് കൊണ്ടുവരും. ഓരോ ടേമിലും ഫസ്റ്റ് ടേമിൻ്റെ പവർ കുറഞ്ഞു വരികയാണ് ചെയ്യുക, ഒന്ന് വീതം. സിമിലർലി സെക്കൻഡ് ടേം 3/xൻ്റെ പവർ നമ്മൾ 0ലാണ് തുടങ്ങുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിൽ 3/x ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യുക 3/x റേസ് ടു 1, 3/x ഹോൾ സ്ക്വയർ. ഇങ്ങനെ സെക്കൻഡ് ടേമിൻ്റെ പവർ ഒന്ന് വീതം കൂട്ടിക്കൊണ്ടുവരും.
ഇത്രയും റൂൾസ് ആണ് നമ്മൾ എക്സ്പാൻഷനിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം അല്ലേ. സോ പവർ 4 ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോഎഫിഷ്യൻസ് നമ്മൾ 4c0 4c1 എക്സെട്ര എന്ന് പറഞ്ഞു വരും. ടേംസിൽ ആദ്യം വരിക എക്സിന്റെ മാക്സിമം പവർ ആയിട്ടുള്ള x⁴ ആണ്. ഞാൻ ഇവിടെ 3/x എഴുതുന്നില്ല, കാരണം 3/x⁴ ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല, 1 ആണ്. അടുത്ത ടേം എന്താ, 4c0ക്ക് പകരം 4c1 എന്ന് വരും. എക്സിന്റെ പവർ ഒന്ന് കുറയും, x³ ആയിട്ട് മാറും, റൈറ്റ്. ഇനി 3/xന്റെ പവർ 3/x⁴ എന്നുള്ള രീതിയിൽ വരും. അതായത് 0 ആയിരുന്നു പവർ, ഇപ്പോൾ 1 ആയി. അപ്പോൾ സെക്കൻഡ് ടേമിന്റെ പവർ കൂടിക്കൂടി വരും, ഫസ്റ്റ് ടേമിന്റെ പവർ കുറഞ്ഞു വരും. അടുത്തതോ 4c1 കഴിഞ്ഞാൽ പിന്നെ 4c2 ആണ് കോഎഫിഷ്യന്റ്. എക്സിന്റെ പവർ വീണ്ടും കുറഞ്ഞു, x² ആയിട്ട് മാറി. 3/xന്റെ പവർ ഒന്നുകൂടി കൂട്ടിക്കൊടുക്കുക, 1 ഉള്ളത് 2 ആയിട്ട് മാറി. പ്ലസ് അടുത്തത് എന്താടാ, 4c2 കഴിഞ്ഞാൽ 4c3 ആണ്, x² വീണ്ടും x ആയിട്ട് മാറും. 3/xന്റെ പവർ വീണ്ടും കൂടിയിട്ട് 3/x³ എന്ന് വരും. ഏറ്റവും അവസാനം 4c3 കഴിഞ്ഞാൽ പിന്നെ 4c4ലാണ് നമ്മൾ അവസാനിപ്പിക്കുക. എക്സ് അവിടെ ഉണ്ടാവില്ല, കാരണം x⁴ പവർ വീണ്ടും കുറയുമ്പോൾ x⁴ 1 ആണ്. 3/xന്റെ പവർ മാക്സിമം കൊടുക്കുമ്പോൾ 3/x⁴ എന്ന് വരും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ആദ്യം 4c0 x⁴. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ കോഎഫിഷ്യൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാം. 4c0യും 4c4ഉം എന്തായിരിക്കും, എപ്പോഴും ഓർക്കുക nc0യും ncnഉം എപ്പോഴും 1 ആണ്. nc0യും ncnഉം എപ്പോഴും 1 ആയിരിക്കും. അതേപോലെ തന്നെ nc1 എന്ന് പറയുന്നത് n ആയിരിക്കും. സോ 4c0യും 1 ആയിരിക്കും, 4c4ഉം 1 ആയിരിക്കും. nc1 n ആണെങ്കിൽ 4c1 എന്തായിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ട കേട്ടോ. പിന്നെ വരുന്നത് നോക്കിക്കേ, 4c1നോട് ഈക്വൽ ആയിട്ടുള്ള ഒരാളായിരിക്കും 4c3. കാരണം എന്താ, 1 + 3 = 4 ആണ്. അപ്പം അങ്ങനെ ആർ വാല്യൂസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് ഈ n4 കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈക്വൽ ആണെന്നാണ്. സോ 4c1ഉം 4c3യും ഈക്വൽ ആയിരിക്കും. 4c1 4 ആണെങ്കിൽ 4c3യും 4 ആയിരിക്കും. ഒരൊറ്റ ആളെയും കൂടി ഇവാലുവേറ്റ് ചെയ്യാനുള്ളൂ, 4c2 ആണ്. 4c2 നമുക്ക് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു, താഴെ 2 അല്ലേ, നമ്മൾ എങ്ങനെ ഇത് എളുപ്പത്തിൽ ചെയ്യുക, 4 × 3 ചെയ്യുക. അതായത് താഴെ 2 ആണെങ്കിൽ നമ്മൾ 4 തുടങ്ങിയിട്ട് താഴോട്ട് 2 നമ്പേഴ്സ് എഴുതുക, 4 × 3 ഡിവൈഡഡ് ബൈ താഴെയുള്ള നമ്പറിൻ്റെ ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ എന്ന് വരും അല്ലേ. സോ 4 × 3/2 എന്ന് പറയുമ്പോൾ 2ഉം 4ഉം ക്യാൻസൽ ആയിട്ട്, 2 ഫാക്ടോറിയൽ 2 തന്നെയാണ്. സോ 2ഉം 4ഉം ക്യാൻസൽ ആയിട്ട് 2 × 3 6 എന്ന് വരും. ഇവിടെ 6c2 ആണെങ്കിലോ നമ്മൾ എന്താ ചെയ്യുക, 2 താഴെയാണെങ്കിൽ 6 × 5 2 ടേംസ് എഴുതും, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 63 ആണെങ്കിൽ നമ്മൾ 6 × 5 × 4 3 ടേംസ് എഴുതും, താഴെ 3 ഫാക്ടോറിയൽ ചെയ്യും. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ കോമ്പിനേഷൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 6. അങ്ങനെ നമുക്ക് കോഎഫിഷ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടേംസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 4c0 1 ആണെങ്കിൽ 1 × x⁴ ആണ് ടേം, ദാറ്റ് ഈസ് x⁴. പ്ലസ് 4c1 4 ആണ്, ഇൻറ്റു x³ ഇൻറ്റു 3/x എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് എഴുതാം. ആൻഡ് ദെൻ 4c2 6 ആണെങ്കിൽ 6 × x² ഇൻറ്റു 3/x² എന്താടാ, 3² 9 ആണ്, 9/x² എന്ന് വരും. ആൻഡ് ദെൻ അഗെയിൻ 4c3 4 ആണ്, ഇൻറ്റു x ഇൻറ്റു 3/x³ എന്ന് പറഞ്ഞാൽ 3³ ആണ്, 3³ എന്ന് പറഞ്ഞാൽ 27 വരും, 27/x³ എന്ന് വരും. അവസാനം 4c4 1 ആണ്, 1 ഇൻറ്റു 3/x⁴ എന്ന് പറഞ്ഞാൽ 3/4/x⁴ ആണ്, ദാറ്റ് ഈസ് 81/x⁴. കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും, എക്സ് ടേംസിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതും അല്ലേ. സോ ഇവിടെ ഫസ്റ്റ് ടേം x⁴ ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ എന്ത് എഴുതും, x⁴ എന്ന് എഴുതും. പ്ലസ് അടുത്ത നോക്കിക്കേ, അടുത്ത ടേമിൽ 4 × x³ ഇൻറ്റു 3/x എന്നാണ് അല്ലേ. സോ ഒരു എക്സ് വീതം ക്യാൻസൽ ചെയ്താൽ x² എന്ന് പറയുന്ന പവർ നമുക്ക് കിട്ടും. 4 × 3 12 ആണ്, 12x² ആണ് നമുക്ക് കിട്ടുക അടുത്ത ടേം ആയിട്ട്. ആൻഡ് ദെൻ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ x²ഉം കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആവും. 6 × 9 ആണ് വരിക, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 54. ആൻഡ് ദെൻ അടുത്ത എന്താടാ, 4 × x ഇൻറ്റു 27/x³ ആണ്. എക്സും താഴെയുള്ള x³ ക്യാൻസൽ ആകുമ്പോൾ താഴെ x² വരും. 4 × 27 എന്ന് പറയുമ്പോൾ 108 വരും അല്ലേ. 2 × 4 8ഉം 25 × 4 100ഉം. സോ 108 വരും, താഴെയാണ് x², സോ 108/x² എന്ന് പറയാം. ആൻഡ് ഫൈനലി 1 × 81/x⁴ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 81/x⁴. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഷനിൽ എത്ര ടേംസ് വരുന്നുണ്ട്, 5 ടേംസ് വരുന്നുണ്ട്. ആൻഡ് ടേംസിൻ്റെ പവറൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു പാറ്റേൺ കിട്ടും കേട്ടോ. നോക്കിക്കേ, x⁴, പിന്നെ അത് x² ആയി, പിന്നെ 1 ആയി, എന്ന് വെച്ചാൽ x⁴ ആണ്. ചുരുക്കി പറഞ്ഞാൽ 2 വീതം കുറഞ്ഞ് വരിക. പിന്നെ x⁴ താഴെയാ, എന്ന് വെച്ചാൽ -2 ആണ് എക്സിൻ്റെ പവർ, സിമിലർലി -4.
രണ്ട് വീതം കുറഞ്ഞിട്ടാണ് പവർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ വിസിബിൾ ആയിരിക്കും. അതൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തതിൽ എവിടെയോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഷൻ എഴുതി. ഇനി ഇതേ എക്സ്പാൻഷൻ തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസിന് ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റൻ ആയിരുന്നു, 1 - 2x raised to 5. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാറി മാറി ചോദിക്കാം കേട്ടോ. ഒരേ ടൈപ്പ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റൻസ് ഒക്കെ വരാറുള്ളത്. സോ 1 - 2x raised to 5ൻ്റെ കേസിൽ നമ്മളിവിടെ എക്ക് പകരം 1 ആണ്. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നടുക്ക് മൈനസ് സൈൻ ആയതുകൊണ്ട് നമ്മൾ എക്സ്പാൻഷനിൽ ആൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് സൈൻസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 - 2x raised to 5 is equal to പവർ എന്താടാ 5 ആണ്. അപ്പോൾ നമ്മുടെ കോഎഫിഷ്യൻസ് 5c0, 5c1 എക്സെട്ര 5c5 വരെ ഉണ്ടാവും. 6 ടേംസാണ് നമുക്ക് ഉണ്ടാവുക പവർ 5 ആയതുകൊണ്ട്. എ ടേം 1 ആയതുകൊണ്ട് എയുടെ എല്ലാ പവേഴ്സും 1 ആയിരിക്കും. 1 - 2, 3 ഒക്കെ 1 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോക്കസ് ബി ടേം ആയിട്ടുള്ള 2xലായിരിക്കണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 5c0 തുടങ്ങാം അല്ലേ. 5c0 ഞാൻ പറഞ്ഞു 1ൻ്റെ എല്ലാ പവറും 1 ആയതുകൊണ്ട് 1⁵ എന്നാണ് വരിക. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് മൈനസ് സൈൻ കൊടുക്കണം, പിന്നെ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് പോകണം അല്ലേ. സോ -5c1 നമ്മുടെ ഫോക്കസ് 2xലാണ് കേട്ടോ. സെക്കൻഡ് ടേം ആയിട്ടുള്ള 2x നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ടേമിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, 2xൻ്റെ പവർ നമ്മൾ കൂട്ടി കൊണ്ടുവരണം. സോ -5c1 2x കഴിഞ്ഞാൽ പിന്നെ പ്ലസ് കൊടുക്കണം, 5c2 കഴിഞ്ഞിട്ട് 2xന് പവർ 2 കൊടുക്കണം. ആൻഡ് ദെൻ -5c3 2xൻ്റെ പവർ വീണ്ടും കൂട്ടുക, 2x³ എന്ന് വരും. പ്ലസ് 5c4 2xൻ്റെ പവർ കൂട്ടുമ്പോൾ 2x⁴ വരും. അവസാനം -5c5 എന്ന് വരും. 2xൻ്റെ പവർ വീണ്ടും കൂട്ടുമ്പോൾ 2x⁵ എന്ന് വരും. ശ്രദ്ധിക്കുക, ഓൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് സൈൻസ് പോസിറ്റീവ് സൈൻസ് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ആൻഡ് ഓഡ് പവർ ആകുമ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ അവസാനിക്കുക മൈനസിലാണ്. ഈവൻ പവർ ആണെങ്കിൽ പ്ലസ്സിലായിരിക്കും അവസാനിക്കുക. നടുക്ക് നെഗറ്റീവ് ആകുമ്പോൾ റൈറ്റ്. അപ്പോൾ ഇവിടെ ഓഡ് പവർ ആണ് 5, മൈനസ് ടേമിലാണ് അവസാനിക്കുന്നത്. നമുക്ക് ടേംസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം വാട്ട് ഈസ് 5c0? നമ്മൾ പറഞ്ഞു nc0യും ncnഉം 1 ആണ്. വിച്ച് മീൻസ് 5c0 1 ആണ്, 5c5ഉം 1 ആണ്. അടുത്തത് 5c1 ആണ്. 5c1 എന്താ 5 ആണ്, കാരണം nc1 n ആണ്. ഇനി 5c1നോട് ആരാണ് ഈക്വൽ ആവുക? 5c4 ആയിരിക്കും, കാരണം 1 + 4 5 ആണ്. സോ 5c4ഉം 5 ആണ്. ദെൻ കംസ് 5c2 ആൻഡ് 5c3. 5c2ഉം 5c3യും ഈക്വൽ ആയിരിക്കും അല്ലേ, കാരണം 2 + 3 5 ആണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. 5c2 നോക്കാം, താഴെ 2 ആയതുകൊണ്ട് നമ്മൾ 5 × 4 വരെ ചെയ്യും, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 ആണ്, അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 × 2 10 എന്ന് കിട്ടും. അപ്പോൾ 10 ആണ് നമുക്ക് 5c2 ആയിട്ടും 5c3 ആയിട്ടും കിട്ടുക. കോഎഫിഷ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. സോ 5c0ക്ക് പകരം നമ്മൾ 1 കൊടുത്തു, മൈനസ് 5c1ന് പകരം 5 × 2x എന്ന് വരും, പ്ലസ് 5c2ക്ക് പകരം 10 × 2x² എന്താടാ 4x² എന്ന് വരും. മൈനസ് 5c3യും 10 ആണ്. സോ 10 × 2x³ എന്ന് പറഞ്ഞാൽ 2³ × x³ ആണ്, ദാറ്റ് ഈസ് 8x³ ആണ്. പ്ലസ് അടുത്തത് 5c4 5 ആണ്, 5 × 2⁴ 16 × x⁴ എന്ന് വരും. അവസാനം -1 × 2⁵, ദാറ്റ് ഈസ് 32 അല്ലേ, 32 x⁵ എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 1 ആണ്, ചേഞ്ച് ഇല്ല. 5 × 2 10 ആണ്, പ്ലസ് 10 × 4 40x² എന്ന് വരും, മൈനസ് 10 × 8 80x³, പിന്നെ വരുന്നത് പ്ലസ് 5 × 16 ആണ്, എന്ന് വെച്ചാൽ 80 വരും അല്ലേ. സോ പ്ലസ് 80 x⁴ എന്ന് വരും. അവസാനം -32 x⁵ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എക്സിൻ്റെ പവർ ഫസ്റ്റ് ടേമിൽ 0 ആണ്, x⁴ ആണ് 1 എന്ന് പറയുന്നത്. പിന്നെ x², x³ x⁴ എന്ന് പറഞ്ഞ് അവസാനിച്ചു. ഓൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് ടേംസ് വരുന്നുണ്ട്. സോ കോഎഫിഷ്യൻസ് ഒക്കെ കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നടുക്ക് നെഗറ്റീവ് വരുന്ന കേസും പോസിറ്റീവ് വരുന്ന കേസും ഒക്കെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ക്യാൻസലൊക്കെ ചെയ്ത് കോഎഫിഷ്യൻസ് ഒക്കെ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് എക്സ്പാൻഷൻ ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ ബൈനോമിയൽ തിയറത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കാണുന്ന a + b⁴ - a - b⁴ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് √3 + √2⁴ -√3 - √2⁴ ഇവാലുവേറ്റ് ചെയ്യാം. ചിലപ്പോൾ √3 √2ന് പകരം √5 √6 ഒക്കെ വരാറുണ്ട്. എനിവേസ് ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആദ്യം നമുക്ക് a + b⁴ ചെയ്യാം, എന്നിട്ട് നമുക്ക് a - b⁴ ചെയ്യാം. സോ വാട്ട് ഈസ് a + b⁴? നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പവർ 4 ആണെങ്കിൽ 4c0യിൽ നമ്മൾ തുടങ്ങും, എക്ക് മാക്സിമം പവർ കൊടുക്കും. ഇനി നമ്മൾ എയുടെ പവർ കുറയ്ക്കാൻ പോവാണ്, ബിയുടെ പവർ കൂട്ടുകയാണ്. സോ 4c1 വരും, a³ b എന്ന് വരും. അടുത്തത് 4c2 എയുടെ പവർ കുറയുന്നു, ബിയുടെ പവർ കൂടുന്നു. 4c3 എ വീണ്ടും കുറയുന്നു, ബി കൂടുന്നു. അവസാനം 4c4 b⁴ എന്ന് വരും.
ഇതേപോലെ a മൈനസ് ബി റേസ് ടു 4 ചെയ്യുമ്പോൾ 4c0 a റേസ് ടു 4 മൈനസ് 4c1 a ക്യൂബ് ബി, അതായത് സെയിം ടേംസ് ആയിരിക്കും, നടുക്ക് മൈനസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് സയൻസ് കൊടുക്കും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ സെയിം ടേംസ് ആണ്, നടുക്ക് നമ്മൾ പ്ലസും മൈനസും മാറ്റി മാറ്റി കൊടുക്കും. a സ്ക്വയർ ബി സ്ക്വയർ, അടുത്തത് മൈനസ് 4c3 a ബി ക്യൂബ് എന്ന് വരും, പിന്നെയും പ്ലസ് 4c4 b റേസ് ടു 4. ഇവിടെ നോക്കിക്കേ, പവർ 4 ആണ്, ഈവൻ പവർ ആണ്, അതുകൊണ്ട് തന്നെ അവസാനിക്കുന്നത് പോസിറ്റീവ് ടേമിലാണ്. അങ്ങനെയാണെങ്കിൽ a പ്ലസ് ബി റേസ് ടു 4ഉം a മൈനസ് ബി റേസ് ടു 4 ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഡിഫറൻസ് വേണം, കാരണം a പ്ലസ് ബി റേസ് ടു 4 മൈനസ് a മൈനസ് ബി റേസ് ടു 4 ആണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എക്സ്പ്രഷനിൽ നിന്ന് സെക്കൻഡ് എക്സ്പ്രഷൻ അങ്ങ് മൈനസ് ചെയ്യാം. സോ a പ്ലസ് ബി റേസ് ടു 4 മൈനസ് a മൈനസ് ബി റേസ് ടു 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ 4c0 a റേസ് ടു 4 മൈനസ് 4c0 a റേസ് ടു 4 ചെയ്യും. അതായത് സെയിം ടേംസ് ആണ്, they'll get cancelled. നമ്മൾ 10 മൈനസ് 10 ചെയ്യുന്ന പോലെ ഒരേ ടേംസ് ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, 0 ആണ് ഉണ്ടാവുക. അടുത്തത് 4c1 a ക്യൂബ് ബി മൈനസ് മൈനസ് 4c1 a ക്യൂബ് ബി ആണ്. മൈനസും മൈനസും കൂടി പ്ലസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 2 ടൈംസ് 4c1 a ക്യൂബ് ബി കിട്ടും. അതായത് 2 ഇൻറ്റു 4c1 a ക്യൂബ് ബി. അപ്പോൾ മനസ്സിലാക്കുക, മൈനസ് ആണ് ചെയ്യുന്നതെങ്കിൽ സെയിം സൈനുള്ള ആൾക്കാർ ക്യാൻസൽ ആവും, ഓപ്പോസിറ്റ് സൈനുള്ളവർ സം ചെയ്ത് ഡബിൾ ആവും. പ്ലസ് ആണെങ്കിൽ തിരിച്ചിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ അടുത്ത ടേം നോക്കുമ്പോൾ വീണ്ടും സെയിം സൈന് വരുന്നവർ ക്യാൻസൽ ആവും, സെയിം സൈഡിന് വരുന്നവർ ക്യാൻസൽ ആവും. പിന്നെ ഉണ്ടാവുക ഈ ഒരു ടേം ആണ് 4c3 a b ക്യൂബ് മൈനസ് മൈനസ് 4c3 a b ക്യൂബ്, ദാറ്റ് ഇസ് 2 ഇൻറ്റു 4c3 a b ക്യൂബ്. ഇങ്ങോട്ട് 4c1 ആൻഡ് 4c3 നമുക്കറിയാം രണ്ടും 4 ആണ് അല്ലേ. സോ രണ്ടും 4 ആയതുകൊണ്ട് തന്നെ 2 ഇൻറ്റു 4 2 ഇൻറ്റു 4, ദാറ്റ് ഇസ് 8 ഇൻറ്റു a ക്യൂബ് ബി പ്ലസ് 8 ഇൻറ്റു എ ബി ക്യൂബ് ആണ് നമ്മുടെ എക്സ്പ്രഷൻ. ആൻഡ് ഇത് തന്നെ എനിക്ക് എങ്ങനെ എഴുതാം, 8 a ക്യൂബ് ബി പ്ലസ് 8 a ബി ക്യൂബ് എന്ന് പറയുമ്പോൾ രണ്ട് ടേംസിലും ആരാടാ കോമൺ വരുന്നത്, 8 കോമൺ ആണ്, a കോമൺ ആണ്, b കോമൺ ആണ്. സോ ഫസ്റ്റ് ടേമിൽ നിന്ന് നമുക്ക് a സ്ക്വയർ ബാക്കി ഉണ്ടാവും, സെക്കൻഡ് ടേമിൽ ഒരു b സ്ക്വയർ ബാക്കി ഉണ്ടാവും. 8ab ഇൻറ്റു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ് നമ്മുടെ എക്സ്പ്രഷൻ. നോക്കിക്കേ, 8ഉം aയും bയും കോമൺ ആണ്, ഫസ്റ്റ് ടേമിൽ പിന്നെ ഒരു a സ്ക്വയറും, സെക്കൻഡ് ടേമിൽ b ക്യൂബിൽ നിന്ന് b പോയാൽ ഒരു b സ്ക്വയറും ആണ് ബാക്കി ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് √3 പ്ലസ് √2 റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 റേസ് ടു 4 എന്ന് പറഞ്ഞില്ലേ. സോ √3 പ്ലസ് √2 റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 റേസ് ടു 4 നമ്മൾ കാണാൻ പോവാണ്. എങ്ങനെയാണ് ചെയ്യുക, എക്ക് പകരം √3യും ബിക്ക് പകരം √2ഉം ഫൈനൽ ആൻസറിൽ കൊടുത്താൽ മതി. അതായത് 8ab ഇൻറ്റു a സ്ക്വയർ പ്ലസ് b സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്യും, 8 ഇൻറ്റു എക്ക് പകരം √3 ബിക്ക് പകരം √2, 8ab ആയി. a സ്ക്വയർ എന്താ, √3 സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 സ്ക്വയർ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു √3 ഇൻറ്റു √2 എന്താടാ, √6 ആണ്. ആൻഡ് √3 സ്ക്വയർ 3 ആണ്, √2 സ്ക്വയർ 2 ആണ്. 3 പ്ലസ് 2 5 അല്ലേ, 5 ഇൻറ്റു 8 ചെയ്താൽ 40 എന്ന് കിട്ടും. സോ 40 √6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ a പ്ലസ് ബി റേസ് ടു 4 മൈനസ് a മൈനസ് ബി റേസ് ടു 4 ചെയ്തിട്ട് എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ആൻസറിലേക്ക് എത്തി. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, റേസ് ടു 5 ആണ്, ഇതേപോലെ ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എക്സ്പാൻഷൻ എഴുതുക, ഡിഫറൻസ് എടുക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്യുക, അങ്ങനെ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്ത് ഫൈനൽ ആൻസറിൽ നിങ്ങൾ ജസ്റ്റ് എക്കും ബിക്കും പകരം ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. റൈറ്റ്, അല്ലാണ്ട് ഇത് കാണാൻ വേണ്ടി വീണ്ടും തുടക്കം മുതൽ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത വശം നോക്കിക്കോളൂ. 1 + 6 റേസ് ടു 4 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് 101 റേസ് ടു 4 ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇനി 1 + 6ൻ്റെ കഥയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവാലുവേറ്റ് 101 റേസ് ടു 4 യൂസിങ് ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ അടിച്ച് ഒറ്റയടിക്ക് ആൻസർ എഴുതി വെച്ചാൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. എന്ത് ചെയ്യണം, ബൈനോമിയൽ തിയറം എക്സ്പാൻഷൻ യൂസ് ചെയ്യുക വേണം. സോ അതിനുള്ള ഹിൻ്റ് ആയിട്ടാണ് കഴിഞ്ഞ വർഷം 1 + x റേസ് ടു 4 ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എങ്ങനെയാണ് 1 + x റേസ് ടു 4 കാണുക, എക്ക് പകരം 1ഉം ബിക്ക് പകരം എക്സും ആണ്. എ ടേംസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം 1ൻ്റെ എല്ലാ പവേഴ്സും 1 ആയിരിക്കും. ബി ടേംസിലാണ് നമ്മുടെ ഫോക്കസ്. സോ ആദ്യം 4c0 എന്ന് വരും, 1 റേസ് ടു 4 നമ്മൾ എഴുതുന്നില്ല. പിന്നെ 4c1 എക്സ് കയറി വരും, ഇനി എക്സിൻ്റെ പവർ കൂടി കൂടി വരികയാണ് ചെയ്യുക. സോ 4c2 x സ്ക്വയർ, 4c3 x ക്യൂബ് ആൻഡ് അവസാനം 4c4 x റേസ് ടു 4 എന്ന് വരും. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ആദ്യം നമുക്ക് കോഎഫിഷ്യൻസ് എഴുതാം. 4c0 1 ആണ്, 4c1 4 ആണ്, 4c2 6 ആണ്, 4c3 4 ആണ്. ഇതൊക്കെ നമ്മൾ എഴുതിയതാണ് കേട്ടോ ഒരുപാട് തവണ. 4c4 1 ആണ്. സോ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി വാട്ട് ഈസ് 101 റേസ് ടു 4? 101 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു
1 പ്ലസ് എക്സ് റേസ് ടു 4ന്റെ എക്സ്പാൻഷൻ ഓൾറെഡി എഴുതി വെച്ചതുകൊണ്ട് തന്നെ 101 റേസ് ടു 4ന് എനിക്ക് 1 പ്ലസ് 100 റേസ് ടു 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് 100 പ്ലസ് 1 റേസ് ടു 4 എഴുതാം കേട്ടോ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 1 പ്ലസ് എക്സ് റേസ് ടു 4 ആയതുകൊണ്ട് ആ എക്സ്പാൻഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഫോമാറ്റിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സോ 1 പ്ലസ് 100 റേസ് ടു 4 എന്ന് എഴുതി. എന്താ എക്സ്? എക്സ് 100 ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പാൻഷനിൽ എക്സിന് പകരം 100 കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? 1 പ്ലസ് 4 ഇൻറ്റു 100 400 പ്ലസ് 6 ഇൻറ്റു 100 സ്ക്വയർ എന്ന് വരും. അടുത്തത് 4 ഇൻറ്റു 100 ക്യൂബ് എന്ന് വരും. എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 100 റേസ് ടു 4 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 400 പ്ലസ് 6 ഇൻറ്റു 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര സീറോസ് വരും? 100ൻ്റെ 2 സീറോസ് ഉണ്ട്. 2 ഇൻറ്റു 2 4 സീറോസ് വരും. സോ 60,000 എന്നാണ് വരിക. സിമിലർലി 4 കഴിഞ്ഞിട്ട് എത്ര സീറോസ് വരും? 100ൻ്റെ 2 ഇൻറ്റു 3 6 ആണ്. സോ 6 സീറോസ് അവിടെ വരും, റൈറ്റ്? പ്ലസ് 100 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 8 സീറോസ് അവിടെ വരും. 3 6 8 സീറോസ് ആണ് വരിക. ഇവരെ മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരും തമ്മിലൊരു 2 സീറോസിൻ്റെ ഡിഫറൻസ് ആണുള്ളത് അല്ലേ. സോ ഓരോ 2 സീറോസും കഴിഞ്ഞ് അടുത്ത ആൾ ഫിറ്റ് ചെയ്താൽ മതി. ഏറ്റവും വലിയ ആൾ ലാസ്റ്റ് ടേം ആണ്. സോ 10 കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തത് 40 ആഡ് ചെയ്യാണ്. പിന്നെ അടുത്തത് 60 നമ്മൾ ആഡ് ചെയ്യുന്നു. 400ൻ്റെ 41. അപ്പോൾ ഈ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് ഇനി കാൽക്കുലേറ്ററിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വേണ്ട എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 101നെ 1 പ്ലസ് 100 റേസ് ടു 4 എന്ന് എഴുതിയിരിക്കണം. അവിടെ നിങ്ങൾ ഈ ഒരു എക്സ്പാൻഷൻ കറക്റ്റ് കൊടുത്തിരിക്കണം. എന്നിട്ട് വാല്യൂസിൻ്റെ സമ്മും കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഒറിജിനൽ ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 101 റേസ് ടു 4 തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തിക്കോളൂ. പക്ഷെ ഒരിക്കലും ഈ സ്റ്റെപ്സ് മിസ് ചെയ്യാൻ പാടില്ല. മിസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോണില്ല. കാരണം ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പാടില്ല. ബൈനോമിയൽ തിയറം വെച്ചിട്ട് തന്നെ ചെയ്യണം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 101ന് പകരം ചിലപ്പോൾ 99 ആണെങ്കിലോ നമ്മൾ 100 മൈനസ് 1 റേസ് ടു 4 എന്ന് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 102 ആണെങ്കിലോ 100 പ്ലസ് 2 എന്ന് ചെയ്യേണ്ടി വരും. ഇങ്ങനെ 100ൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പവേഴ്സ് എടുക്കാൻ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഈ 99 101 102 ഇവരൊക്കെ 100 ടേമുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുന്നത്. കാരണം ഇവിടെ കണ്ടില്ലേ 100 സ്ക്വയർ 100 ക്യൂബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാല്യൂ എടുക്കാൻ പറ്റും വിതൗട്ട് യൂസിങ് കാൽക്കുലേറ്റർ. സോ അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് പഠിക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 പ്ലസ് എക്സ് റേസ് ടു എൻ്റെ എക്സ്പാൻഷൻ തന്നു. NC0 പ്ലസ് NC1x പ്ലസ് NC2x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് NCn എക്സ് റേസ് ടു n ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. എക്ക് പകരം 1ഉം ബിക്ക് പകരം എക്സും വന്നാൽ എക്സ്പാൻഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അതായത് 1 ടേംസ് ഉണ്ടാവില്ല. സെക്കൻഡ് ടേം ആയിട്ടുള്ള എക്സിൻ്റെ പവർ കൂടി NCn എക്സ് റേസ് ടു n വരെ വരും. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCn എന്ന് പറയുന്ന സമ്മിൻ്റെ വാല്യൂ ആണ്. നമ്മൾ എങ്ങനെയാണ് കാണുക? നോക്കുക, തന്നിട്ടുള്ളതും ചോദിച്ചതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുക. തന്നിട്ടുള്ളത് ഈ ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ എക്സിന് പകരം ഏതോ ഒരു വാല്യൂ കൊടുത്താൽ ചോദിച്ച എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാരണം ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് ഈ കാണുന്ന കോഎഫിഷ്യൻസിൻ്റെ സമ്മാണ്. അവിടെ എക്സ് കാണുന്നില്ല. NC0 NC1 NC2 എന്നൊക്കെ പറയുന്ന കോഎഫിഷ്യൻസിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ സമ്മ് കിട്ടുക? അവിടെ എക്സിന് പകരം 1 കൊടുക്കുമ്പോഴല്ലേ ഈ എക്സ്പ്രഷൻ ഇതായിട്ട് മാറുക. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? NC0 NC1 ഇൻറ്റു 1 NC2 ഇൻറ്റു 1 സ്ക്വയർ ഇതെന്തായിട്ട് മാറും? NC0 NC1 NC2 എന്നുള്ള രീതിയിൽ വരും. അവസാനം NCn എക്സ് റേസ് ടു എന്നോ NCn ഇൻറ്റു 1 റേസ് ടു n എന്ന് വെച്ചാൽ NCn. ആ രീതിയിൽ എല്ലാ ടേംസും നമ്മൾ റിക്വയർഡ് എക്സ്പ്രഷനിലേക്ക് വരും. അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുത്താൽ മതി. എവിടെ? റൈറ്റിൽ 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇതിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 കൊടുക്കണം. സോ 1 പ്ലസ് എക്സ് റേസ് ടു എന്നിൽ നമ്മൾ എക്സിന് പകരം 1 കൊടുത്താൽ 1 പ്ലസ് 1 റേസ് ടു n എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു n. 2 റേസ് ടു n ആണ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഇതേ എക്സ്പ്രഷൻ ഓൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് സയൻസ് വന്നാൽ, അതായത് നിങ്ങളോട് NC0 മൈനസ് NC1 NC0 മൈനസ് NC1 പ്ലസ് NC2 മൈനസ് NC3 എക്സെട്ര അപ് ടു മൈനസ് 1 റേസ് ടു n NCn കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വാല്യൂ ഒന്ന് ചെയ്ത് നോക്കുക. ഹിന്റ് ഞാൻ തരാം. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട എക്സ്പാൻഷൻ ഇവിടെ 1 പ്ലസ് എക്സ് ആണെങ്കിൽ അവിടെ നമ്മൾ 1/x റേസ് ടു n ആണ് യൂസ് ചെയ്യുക. ഈ ഒരു എക്സ്പാൻഷനിൽ ഇതുപോലെ എക്സിന് ഒരു വാല്യൂ ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഈ കാണുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ കിട്ടും. അത് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോയുടെ അണ്ടറിൽ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേൺ ആണ്. അതായത് യൂസിങ് ബൈനോമിയൽ തിയറം പ്രൂവ് ദാറ്റ് 6 റേസ് ടു n മൈനസ് 5n ഓൾവേസ് ലീവ്സ് റിമൈൻഡർ 1 വെൻ ഡിവൈഡഡ് ബൈ 25. 6 റേസ് ടു n മൈനസ് 5n എപ്പോഴും 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിന് എങ്ങനെയാണെന്ന് അറിയോ എഴുതുക? 25k പ്ലസ് 1 എന്നാണ്. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ ദ എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് 25k
പ്ലസ് 1. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ എങ്കിലോ 25k പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റണം. 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിലോ 30k പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു ജനറൽ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഡിവിഷൻ ആൽഗോരിതം എന്ന് പറയുന്നത്. എനിവേസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഗതിയാണ്. കാരണം നമുക്ക് വെറുതെ ഒരു സെൻറ്റൻസ് തന്നാൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആക്കണം. സോ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഗതിയാണ്. ടു പ്രൂവ് 6n മൈനസ് 5n is equal to 25k plus 1. തുടങ്ങല്ലേ? തുടങ്ങാം. എങ്ങനെയാ ഇത്? എവിടെ നിന്ന് ഇതിപ്പോൾ തുടങ്ങുക? ഇത് എങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുക? എടാ നോക്കിക്കോ, 6n എന്ന് പറയുന്ന ഒരു ടേം ഇവിടെയുണ്ട്. നമുക്ക് ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ സംതിങ് റേസ് ടു n വേണം അല്ലേ, എങ്കിലല്ലേ എക്സ്പാൻഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 6n ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. എന്താ ആക്ച്വലി 6 എന്ന് പറയുന്നത്? 6നെ എനിക്ക് 1 പ്ലസ് 5n എന്ന് എഴുതാൻ പറ്റും. കാരണം ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ 2 ടേംസ് എനിക്ക് അവിടെ വേണം. സോ ഞാൻ 6നെ 1 പ്ലസ് 5n എന്ന് എഴുതാണ്. ഈ ഒരു എക്സ്പാൻഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. നമുക്ക് നോക്കാം. 1 പ്ലസ് 5n എന്താടാ? സാധാരണ a പ്ലസ് ബി റേസ് ടു n പോലെ കാണുക. NC0 എന്ന് ആദ്യം വരും. 1ൻ്റെ പവേഴ്സ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അടുത്തത് NC1 ഇൻറ്റു 5, പിന്നെ 5ൻ്റെ പവേഴ്സ് കൂടി വരും. NC2 5 സ്ക്വയർ, NC3 5 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു NCn 5 റേസ് ടു n എന്ന് വരും. ക്ലിയർ? ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യം NC0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ് അല്ലേ, NC0 എപ്പോഴും 1 ആണ്. അടുത്തത് NC1 എപ്പോഴും n ആണ്. സോ n ഇൻറ്റു 5 5n എന്ന് വരും. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുതലാണ് നമ്മുടെ ട്വിസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള ടേംസിൽ ആര് കോമൺ ആണ് നോക്കിക്കേ. 5 സ്ക്വയർ 5 ക്യൂബ് എക്സെട്ര 5 റേസ് ടു n എന്ന് പറഞ്ഞ് 5 സ്ക്വയർ കോമൺ ആണ്. അതായത് 5 സ്ക്വയറിനേക്കാളും വലിയ ടേംസ് ആണ് ഇനി അങ്ങോട്ട് വരുന്നത്. 5 സ്ക്വയർ 5 ക്യൂബ് എക്സെട്ര എന്ന് പറഞ്ഞ് 5 സ്ക്വയറിനേക്കാളും ലാർജർ പവേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ ടേമിൽ നിന്നും മിനിമം എനിക്ക് 5 സ്ക്വയർ കോമൺ എടുക്കാൻ പറ്റും. ഞാൻ എന്തുകൊണ്ടെന്ന് അറിയാം ഇങ്ങനെ കറക്റ്റ് തേർഡ് ടേം മുതൽ 5 സ്ക്വയറിന് കോമൺ എടുക്കുന്നത്? എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു 25k പ്ലസ് 1 എന്നാണ്. ഈ 25 എന്താ? 5 സ്ക്വയറാ. അപ്പം അങ്ങനെ നമുക്ക് എത്തിക്കേണ്ട ഇതിലേക്ക്, അതിനുവേണ്ടി ഇവിടുത്തെ ടേംസ് കിട്ടണ്ടേ? അതുകൊണ്ടാണ് ഞാൻ തേർഡ് ടേമിൽ നിന്ന് 5 സ്ക്വയറിന് കോമൺ എടുക്കുന്നത്. 5 സ്ക്വയറിന് കോമൺ എടുത്താൽ എനിക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഒരു NC2 ബാക്കി ഉണ്ടാവും അല്ലേ. അടുത്ത ടേമിലോ 5 സ്ക്വയർ എടുത്താൽ ഒരു 5ഉം NC3യും ബാക്കി ഉണ്ടാവും. സോ 5 ഇൻറ്റു NC3 എന്ന് വരും. അടുത്തതോ വന്ന് NCn 5 റേസ് ടു n ആണ്. അപ്പോൾ NCn 5 റേസ് ടു n-ൽ നിന്ന് ഒരു 2 5 എടുത്താൽ പവർ എന്തായിട്ട് മാറും? n എന്നുള്ളത് n-2 എന്ന് പറഞ്ഞ് കുറയും. സോ ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഓരോ ടേമിൽ നിന്നും 5 സ്ക്വയർ എടുക്കുക, ബാക്കി വരുന്ന 5ൻ്റെ പവറായിട്ട് എഴുതി വെക്കുക. n-ൽ നിന്ന് 2 5 പോയാൽ n-2 ആയിരിക്കും അവിടുത്തെ പവർ വരിക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 1 പ്ലസ് 5n പ്ലസ് 5 സ്ക്വയർ 25 ആണ് ഇൻറ്റു ഈ ഹോൾ എക്സ്പ്രഷനെ ഞാൻ k എന്ന് വിളിക്കുകയാണ്. കാരണം ഇതൊരു ഇൻറ്റിജർ ആയിരിക്കും. കോമ്പിനേഷൻസും 5ൻ്റെ പവേഴ്സും ഒക്കെ അല്ലേ. അപ്പോൾ ഇവർ മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്താൽ എനിക്കൊരു ഇൻറ്റിജർ ആണ് കിട്ടുക. ആ ഇൻറ്റിജറിനെ ഞാൻ k എന്ന് വിളിച്ചാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 പ്ലസ് 5n പ്ലസ് 25k. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുക, പ്രൂവ് ചെയ്യേണ്ടത് 6 റേസ് ടു n മൈനസ് 5n ഇസ് ഈക്വൽ ടു 25k പ്ലസ് 1 എന്നാണ്. എനിക്ക് എന്ത് ചെയ്യാം? ഈ 5n പിടിച്ച് ലെഫ്റ്റിലോട്ട് ഇട്ടാൽ ഓൾറെഡി 6 റേസ് ടു n ലെഫ്റ്റിലുണ്ട്. 6 റേസ് ടു n മൈനസ് 5n എന്ന് കിട്ടും. ആൻഡ് 25kയും 1ഉം കറക്റ്റായിട്ട് റൈറ്റ് സൈഡിൽ ബാക്കിയുണ്ട്. സോ ഇതാണ് എൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു പ്രൂവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൈനോമിയൽ തിയറം. അതിൽ കുറച്ച് ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു. ഈ ടൈപ്പ് പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം എക്സ്പാൻഷൻ ടൈപ്പ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, കൂടുതൽ എക്സ്പാൻഷൻസ് നിങ്ങൾ എക്സസൈസിൽ നിന്നും എക്സാമ്പിൾസും ഒക്കെ പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് നോക്കുക. ബൈനോമിയൽ തിയറം ഇസ് എ വെരി നൈസ് ചാപ്റ്റർ. നിങ്ങൾ ഒരിക്കലും മാർക്ക് മിസ്സാക്കരുത് ഈ ചാപ്റ്ററിൽ നിന്ന്. സോ യെസ്, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് പിന്നെന്താ, നമുക്ക് ഇതേപോലെ വീഡിയോസും ലൈവും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.